ഓം ശ്രീനാരായണ പരമഗുരവേ നമ. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ ഇന്ദ്രിയ വൈരാഗ്യം. ശ്ലോകം 2. കാണുന്ന കണ്ണിനൊരു ദണ്ഡവുമില്ല, കണ്ടൻ പ്രാണൻ വെടിഞ്ഞിടുകിലെന്തിനു പിന്നെയെല്ലാം. കാണും നിറം തരമിതൊക്കെയഴിഞ്ഞെഴും നിൻ ചേണുറ്റ ചെങ്കഴലു തന്നു ജയിക്ക ശംഭോ. ശിവരൂപം സാക്ഷാത്കരിക്കുകയാണ് ഭക്തൻ്റെ ജീവിത സാഫല്യം. ദണ്ഡം ദുഃഖം, കഷ്ടപ്പാട് കണ്ട് സത്യം ദർശിച്ച് പ്രാണൻ വെടിഞ്ഞിടുകിൽ മരിച്ചാൽ എന്താണ് പ്രയോജനം? കാണുന്ന ഇന്ദ്രിയഗോചരമാകുന്ന നിറം വർണ്ണം അഴിഞ്ഞ് നശിച്ച് ഇല്ലാതായി ഉയരുന്നു സ്ഥിതി ചെയ്യുന്ന ചേണുറ്റ മനോഹരമായ ചെങ്കഴല് ചുവന്ന കാൽ. വിഷയങ്ങൾ അനുഭവിക്കുന്ന ഇന്ദ്രിയങ്ങൾക്ക് യാതൊരു ദുഃഖവുമില്ല. അങ്ങയെ കണ്ട് പ്രാണൻ വെടിയാൻ സാധിച്ചാൽ അതുതന്നെയാണ് ജന്മസാഫല്യം. മറ്റൊന്നും പിന്നെ ആവശ്യമായി വരികയില്ല. കാണുന്ന നിറം, അതായത് രൂപം, തരം, സദ്യവസ്തു എന്നിവ ഇല്ലാതെ ഉയർന്നു നിൽക്കുന്ന നിന്റെ മനോഹരമായ ചെങ്കഴൽ തന്ന് ശംഭോ വിജയിപ്പുതാക. രൂപവും തരവും അഴിഞ്ഞ എന്നതുകൊണ്ട് സജാതീയ വിജാതീയ സ്വഗതഭേദശൂന്യത്വം ആണ് ഉദ്ദേശിക്കുന്നത്. ശിവന്റെ ചെങ്കഴൽ നേടുന്നതിനപ്പുറം ഭക്തനൊന്നും ആഗ്രഹിക്കാനില്ല. പലതു കാട്ടി ശത്രുമിത്രാദിഭേദ ചിന്തകളിൽ ഭ്രമിപ്പിക്കുന്ന ആത്മാവിൻ്റെ വെറും ഉപകരണമായ നേത്രേന്ദ്രിയത്തിന് ജഡമായതുകൊണ്ട് ഒരു ദുഃഖവും ഉണ്ടാകുന്നില്ല. ഈ പലതിൽ ഭ്രമിച്ചുകൊണ്ട് തന്നെ എൻ്റെ ജീവൻ വേർപ്പെടാനിടയായാൽ പിന്നെ ഈ മനുഷ്യജന്മവും വിവേകവും ഒക്കെ കൊണ്ടെന്തു പ്രയോജനം? ഉപകരണമായ കണ്ണുകാട്ടിത്തരുന്ന ഈ വർണ്ണവും ആകൃതിയും ഒക്കെ പാടെ ഒഴിഞ്ഞുമാറി മംഗളസ്വരൂപിയായ ഭഗവൻ അങ്ങയുടെ അദ്വയമായി സ്വയം പ്രകാശിക്കുന്ന പാദതലം കാട്ടിത്തന്ന് വിജയിച്ചരുളുക. കണ്ണിൽ കൂടെ പുറമേ നോക്കാതെ അന്തർമുഖമായി ധ്യാനനിഷ്ഠമായി ധ്യാനം ഉറയ്ക്കുന്നതോടെ സമാധിയിൽ വർണ്ണഭേദങ്ങളും ആകൃതിഭേദങ്ങളുമില്ലാത്ത ആനന്ദസ്വരൂപമായ ശുദ്ധബോധം തെളിയും. ബോധത്തിൻ്റെ ശുദ്ധിയും ആനന്ദവും മറയാനിടയായതു തന്നെ പലതിൻ്റെ കാഴ്ച നിമിത്തമാണ്. ആ കാഴ്ച കൊണ്ട് ജഡമായ നേത്രത്തിന് വല്ല നഷ്ടവുമുണ്ടോ? തൻ്റെ തേജോമയമായ ആനന്ദരൂപം നഷ്ടപ്പെട്ട് ബോധമാണ് അപകടത്തിലായത്. അതുകൊണ്ട് ശുദ്ധബോധം തെളിയിച്ച് തരണമെന്നാണ് ഭക്തൻ്റെ പ്രാർത്ഥന. ഒരിക്കൽ ആ സത്യം തെളിഞ്ഞനുഭവിക്കാൻ ഭാഗ്യമുണ്ടായാൽ പിന്നെ നേത്രങ്ങൾ എന്തൊക്കെ കാട്ടിയാലും ആ കാഴ്ചകളുടെ ചതിയറിഞ്ഞ് രക്ഷപ്പെടാനും കഴിയും. അദ്വയമായ വസ്തുവിൽ ഇന്ദ്രിയോപകരണങ്ങൾ കാട്ടുന്ന തൽക്കാല ദർശനങ്ങളാണ് ദ്വൈതാനുഭൂതികളെന്ന്
അറിയുന്നതാണ് സത്യബോധം. ചെവിയുടെയും കണ്ണിൻ്റെയും എന്ന പോലെ ത്വക്കിൻ്റെയും ദ്വൈതാനുഭവം മാറ്റിത്തരണമെന്നാണ് ഇനി പ്രാർത്ഥിക്കുന്നത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തത് സത് ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തു. ഓം